ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസ് ടേസ്റ്റി വേൾഡ്. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് തയ്യാറാക്കിയിരിക്കുന്ന ബട്ടർഫ്ലൈ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ബട്ടർഫ്ലൈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. അതിനായിട്ട് നമുക്ക് സാധാരണ ഒരു നോർമൽ കേക്ക് ബേസ് തയ്യാറാക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരോ പാലോ ഒന്നും ചേർക്കാണ്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കേക്ക് ആക്കുന്നത് ഞാൻ ഓൾറെഡി കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ആ ഒരു പഞ്ചസാരയുടെ കൂടെ നമുക്കൊരു 1/4 കപ്പ് എണ്ണ ചേർക്കാം, ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്മെല്ലൊന്നും ഇല്ലാത്ത ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പഞ്ചസാര ഇച്ചിരി കട്ടിയായിട്ട് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറിലോട്ടൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ക്രീമി ടെക്സ്ചറിൽ തന്നെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു 1.5 കപ്പ് മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് പാൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് നന്നായിട്ട് ഈ വക എല്ലാം ഒന്ന് തെള്ളിയെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പാലോ തൈരോ ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സോ നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒരു റിബൺ കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് അതനുസരിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ കേക്ക് ടീൻ എടുക്കുക. ഞാനിവിടെ കേക്ക് ടീനിലോട്ട് അടിയിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂയി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നതിന് ജസ്റ്റ് ഒന്ന് മുന്നേ നമുക്ക് 1 ടീസ്പൂണ് നമ്മുടെ വിനാഗിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആ സമയം വേണം നമ്മൾ വിനാഗിരി യൂസ് ചെയ്യേണ്ടത്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടീനിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എയർ ബബിൾസ് ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എല്ലാം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ ഒരു ബേക്ക് ചെയ്യുന്ന കേക്ക് ടീനിലോട്ട് നമ്മൾ ഉപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മേലെ ഒരു റിങ് വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ കേക്ക് ടീൻ ഒന്ന് ഇറക്കി കൊടുക്കുക. ഇനി ലിഡിട്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ ഒരു ഹെവി ലോഡ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എയർ ഇൻസർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഇനി നമുക്ക് കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 45 മിനിറ്റ്സിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കേക്ക് ബേക്കായെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് നോക്കിക്കോളൂ, നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് ഇൻസർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ടൂത്ത് പിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുറത്തോട്ട് എടുത്ത് കൊടുക്കാം. എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ വെച്ച് നന്നായിട്ടൊരു സ്റ്റിഫ് കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു സ്റ്റിഫ് കൺസിസ്റ്റൻസി ആയി കിട്ടുന്നിടം വരെ നമുക്ക് ലോ ടു ഹൈയിലോട്ട് പോകുന്നിടം വരെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കമത്തി നോക്കുമ്പോൾ അത് വീഴത്തൊന്നുമില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം റെഡിയാവും. ഇനി നമുക്ക് കേക്കിൻ്റെ ആ ഒരു ബേസ് ഞാനിവിടെ 3 ലെയേഴ്സ് ആക്കി ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ലെയേഴ്സ് ആക്കി നമ്മൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലെയേഴ്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് പാലും കണ്ടൻസ് മിൽക്കാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മിശ്രിതമാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബേസിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് ഈ വകയെല്ലാം. സോ ഞാനത് കാണിച്ചിട്ടില്ല.
അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ എല്ലാം ബാക്കി ലെയേഴ്സ് എല്ലാം നമ്മുടെ ഇതുപോലെ ആ ഒരു മിൽക്ക് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ജ്യൂസി ഫോമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പിലോട്ട്, അതായത് നമ്മുടെ കേക്ക് ബേസും ഒന്ന് മേലെ കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ കേക്കിൻ്റെ ലെയേഴ്സും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നമ്മൾ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ, നന്നായിട്ട് ക്ലിയർ ആവണം. കാരണം നമ്മൾ ഓൾറെഡി ബേസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാം ഫുള്ള് നമ്മുടെ നന്നായിട്ടൊന്ന് ബേസ് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം ലെയേഴ്സിലോട്ട് നന്നായിട്ട് ക്രീം ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ചുറ്റിനും അതിൻ്റെ മേലെ കൂടെ നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കി നമ്മൾ ആ ഒരു ബേസ്, ആ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. അധികം ഒന്നും ക്ലിയർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിലോട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസൈൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ നല്ല ക്ലിയർ ആക്കി എടുത്താൽ മതി കേട്ടോ. അത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ നടുവശത്തിൽ നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നടുവിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് കുറച്ച് ഭാഗം ഒരു നീക്കിയതിന് ശേഷം നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ ഒരു വശത്തോട്ടൊന്ന് നീക്കി വെച്ചതിന് ശേഷം അടുത്ത പോർഷൻ ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രണ്ട് ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ നടുവശത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ആ ഒരു ബേസ്, അതായത് ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു ബേസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ക്രീംസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു ബട്ടർഫ്ലൈൻ്റെ രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ കുറച്ച് വൈറ്റ് ക്രീമാണ് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള പാലറ്റ് നൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ATM കാർഡോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഇലയുടെ രൂപത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അത് നോക്കിക്കോളൂ, നല്ല 3 ഇലകൾ പോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 3 ഭാഗത്തൊന്ന് ഡിസൈൻ ചെയ്യാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓറഞ്ച് കളർ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 പിഞ്ച് ഓറഞ്ച് കളർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഗ്രീൻ കളറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ കളറും കൂടെ ഒന്ന് യൂസ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഗ്രീൻ കളർ ആദ്യം ഞാൻ നടുവിൽ നിന്ന് ആ ഒരു ഇലയുടെ ആ ഒരു ടിപ്പ് നമ്മൾ ഇതുപോലെ കുത്തു പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാം ഫുള്ളായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് ഫുള്ളായിട്ട് ആ ഒരു ഫസ്റ്റ് ലെയർ, നീളത്തിൽ കിടക്കുന്ന ഫസ്റ്റ് ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡിൽ നമുക്ക് ഇല വരച്ച് കൊടുക്കുന്ന ആ ഒരു സൈഡിലെ ആ ബേസിലോട്ട് നമ്മൾ ഓറഞ്ച് കളർ ഇതുപോലെ ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പർ പോർഷൻ ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് സൈഡ് ബേസിൽ നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, നല്ലൊരു കുഞ്ഞു പൂവിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൈഡ്സ് എല്ലാം ഓറഞ്ച് കളർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേൽവശം ആ ഒരു ഇലകളുടെ ആ ഒരു സൈഡ് വശം നമുക്ക് വൈറ്റ് മാർക്ക്, അതായത് വൈറ്റ് ചെറിയ പൂക്കൾ പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതായത് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെറിയ ഡോട്ട്സ് പോലെ പൂക്കൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ അല്ലാതെ മൊത്തം എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചുറ്റിനും എല്ലാം വൈറ്റ് പോർഷൻ നമ്മൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുവശത്ത് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഫ്രണ്ട് ഏരിയ മൗത്ത് ഭാഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ മേലിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. 2-3 ലെയറായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു സെയിം നമ്മുടെ നോസലിനോട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കണ്ണും മൂക്കും ഒക്കെ വെച്ച് കൊടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ മാർക്കിങ് ഞാൻ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കണ്ണും മൂക്കും വെച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് വന്നേക്കുന്നത്. അതിനുശേഷം കണ്ണും മൂക്കും അത്ര കാണാത്തതുകൊണ്ട് ഞാൻ 2 കുരുമുളക് അതിൻ്റെ കണ്ണായിട്ടും 2 ഗ്രാമ്പു ഞാൻ അതിൻ്റെ കൊമ്പായിട്ടും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ കേക്ക് ഇവിടെ റെഡിയാണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ബട്ടർഫ്ലൈ കേക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.